ഹായ് ഹലോ ഐ ആം നിതിൻ ദിസ് ഇസ് NSK മാത്സ്. അപ്പം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അല്ലേ. ഇനി പാർട്ട് 2ലേക്ക് കടക്കാം. പാർട്ട് 2 നമ്മൾ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്, പുതിയതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് 2 എന്താണ് ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം ചെയ്യാം. നമ്മൾ പാർട്ട് 1 നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പഠിക്കാത്തവർ ദയവ് ചെയ്ത് പാർട്ട് 1 നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇത് കാണുക. എങ്കിലേ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടേംസ് ആൻഡ് പൊസിഷൻ ഇൻട്രൊഡക്ഷൻ. എന്റെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി, വലിയ പാടൊന്നും ഇല്ല. നമുക്ക് സാധാരണ രീതിയിൽ ഡിഫറൻസ് കോമൺ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അറിയാം അല്ലെ. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അല്ലെ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം, അല്ലെ ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം, അല്ലെ ഫിഫ്ത് ടൈം മൈനസ് അങ്ങനെ പോകും. ചില കേസുകളിൽ അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഞാൻ എല്ലാം ഈ 2, 4 ഇട്ട് പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരത്തില്ല. ഡാഷ് ഡാഷ് 6 ഡാഷ് ഡാഷ് 12 ഡാഷ്. ഇതാണ് അതിന് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ 12-16. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നിങ്ങളോട് പറയുക. ഈ തന്നിരിക്കുന്ന സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവിടുത്തെ ഡിഫറൻസ് എന്തായിരിക്കും, കോമൺ ആയിരിക്കും. ഇവിടുത്തെ ഡിഫറൻസ് എന്തായിരിക്കും, കോമൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് കളഞ്ഞേക്കാം. നോക്കിയേ, ഈ ഡാഷ് ഫസ്റ്റ് ടൈം ആണ്, ഈ ഡാഷ് സെക്കൻഡ് ടൈം ആണ്, ഈ ഡാഷ് തേർഡ് ടൈം, ഇത് ഫോർത്ത് ടൈം, ഇത് ഫിഫ്ത്ത് ടൈം, ഇത് സിക്സ്ത് ടൈം, ഇത് സെവൻത് ടൈം, ഈ ഡാഷ് സെവൻത് ടൈം, ഈ 16 എന്ന് പറയുന്നത് 8th ടൈം ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പം നമുക്ക് സാധാരണ രീതി കോമൺ ഡിഫറൻസ് അല്ലെ, ഡിഫറൻസ് കോമൺ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് ടൈമും ഇല്ല, ഫസ്റ്റ് ടൈമും ഇല്ല, ചെയ്യാൻ പറ്റൂല. തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം ഇല്ല, ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ ഇത് പറ്റൂല. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഒന്നും, തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം, ഫോർത്ത് ടൈം മൈനസ് തേർഡ് ടൈം, ഫിഫ്ത് ടൈം മൈനസ് ഫോർത്ത് ടൈം, ലൈക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയേ, എവിടെങ്കിലും ഒന്ന് കാണാതിരിക്കും, ഏതെങ്കിലും ഒരെണ്ണം അൺനോൺ ആയിരിക്കും. നമുക്കത് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഞാൻ പറയുന്നത്. ടേം ഡിഫറൻസ് എന്താണ്, നിങ്ങൾ പഠിക്കണം. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എന്താണ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്? എന്താണ് ടേം എന്ന് പറഞ്ഞാൽ? എന്താണ് പദം അല്ലെ, പദം. ഇവിടെ എന്തൊക്കെ പദങ്ങൾ തന്നിട്ടുണ്ട്? 6 എന്ന് പറയുന്ന ഒരു പദം തന്നിട്ടുണ്ട്, 12 എന്ന് പറയുന്ന ഒരു പദം തന്നിട്ടുണ്ട്, 16 എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള 2 പദങ്ങൾ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള 2 പദങ്ങൾ എടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട 2 പദങ്ങൾ ഈ 16ഉം 12ഉമാണ്. ഞാൻ എടുക്കുന്നു 16 മൈനസ് 12. എന്തുകൊണ്ടാണ് മൈനസ് ഇട്ട്? ടേം ഡിഫറൻസ് ആണ്, അപ്പൊ മൈനസ് ഇടാം അല്ലെ. ഡിവൈഡഡ് ബൈ, ഇനി പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻ എടുക്കാൻ പറ്റില്ല. ഇവിടെ 16 ആണ് എടുത്തതെങ്കിൽ 16ന്റെ പൊസിഷൻ നോക്കണം. 16ന്റെ പൊസിഷൻ ഇവിടെ എത്ര? 8 മൈനസ് 12ന്റെ പൊസിഷൻ ഇവിടെ എത്ര? 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് 12 എത്ര? 4 ഡിവൈഡഡ് ബൈ 8 മൈനസ് 6 എത്ര? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്താണ്? കോമൺ ഡിഫറൻസ് 2 ആണ്. ഇനി പാടൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഡാഷ് ഫില്ല് ചെയ്യാം. ഡാഷ് ഫില്ല് ചെയ്യുമ്പോൾ വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കൂട്ടുക, ഇടത്തോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6 പ്ലസ് 2 എത്ര? 8. 8 പ്ലസ് 2 എത്ര? 10. 10 പ്ലസ് 2 12. 12 പ്ലസ് 2 14. 14 പ്ലസ് 2 16. 8 മൈനസ് 2 എത്ര? 4. 4 മൈനസ് 2 എത്ര? 2. കാര്യം മനസ്സിലായല്ലോ. അപ്പം ഈ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓരോ ചാപ്റ്ററും നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ റിവൈസ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇക്വേഷനൊക്കെ ഉള്ള ഒരുപാട് ചാപ്റ്റേഴ്സുകളുണ്ട്. സോളിഡ്സ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ഇക്വേഷൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇക്വേഷൻ നിങ്ങൾ തറവായിരിക്കണം. ഇല്ല, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തറവായിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കാനുള്ള മെന്റൽ അല്ലെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയിരിക്കണം. ഇല്ലേ നമ്മൾ മറന്നു പോകും എല്ലാ സബ്ജക്റ്റുകളും പഠിക്കുന്നത് അല്ലെ. അപ്പം ആ ഒരു രീതിയിൽ വേണം ഫോളോ അപ്പ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് SLCക്ക് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണ്? SLC ഫുൾ A+. അല്ലയോ SLC 9A+, 8A+. അതൊക്കെ അതിന്റെയൊക്കെ കാലം കഴിഞ്ഞ്. ഇപ്പൊ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ SLC റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ശരി, നെയ്ബേഴ്സ് ആയാലും ശരി, എല്ലാവരും ഫ്രണ്ട്സ് ആയാലും ശരി, മോളെ ഫുൾ A+ ഉണ്ടോ? ഇല്ലേ മോനെ ഫുൾ A+ ഉണ്ടോ എന്നൊരു ചോദ്യമുള്ളൂ. അല്ലാതെ എത്ര A+ ഉണ്ടെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞ്. അപ്പൊ നമ്മൾ ഫുൾ A+ മേടിച്ചില്ലേ നമ്മളവിടെ എന്താവും? വേണ്ട, ഫുൾ A+, എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കണക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കണക്ക് പേജ് നമ്പർ 15 കണക്കാണ്. ഓക്കെ, 13 കഴിഞ്ഞ് 15ാമത്തെ, 13, 14 കഴിഞ്ഞ് 15ാമത്തെ, അത് കഴിഞ്ഞ് നമുക്ക് 8ാമത്തെ പേജ് നമ്പറിലോട്ട് പോകണം കേട്ടോ. അപ്പം പേജ് നമ്പറിൽ
ക്വസ്റ്റ്യൻ ആണിത്. പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻ ആണ്. ഈ ഡാഷ് ഫില്ല് ചെയ്യണം. ഈ തന്നിരിക്കുന്ന 6 ക്വസ്റ്റ്യൻസുകളും അരിത്തമെറ്റിക് സീക്വൻസുകളാണ്. 6 ക്വസ്റ്റ്യൻസുകളും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് ആ ഡാഷ് അങ്ങ് ഫില്ല് ചെയ്യണം. ശരി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എഴുതാം. 24 42 ഡാഷ് ഡാഷ്. 24 42 ഡാഷ് ഡാഷ്. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ പദം, ഇവിടുത്തെ ആദ്യ പദം ഫസ്റ്റ് ടൈം 24 ആണ്, സെക്കൻഡ് ടൈം 42 ആണ്, തേർഡ് ടൈം എന്താണ്? ഡാഷ് ആണ്, ഫോർത്ത് ടൈമും ഡാഷ് ആണ് അല്ലെ. നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ രീതി ചെയ്യാൻ പറ്റുമോ നോക്കണം. സാധാരണ രീതി ഇവിടെ ചെയ്യാം. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ സെക്കൻഡ് ടൈം എത്ര ഉണ്ട്? 42 മൈനസ് 24, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 18. നമുക്ക് സാധാരണ രീതി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൽ എളുപ്പം, വെറുതെ ഇക്വേഷൻ ഇട്ട് സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് സാധാരണ രീതി ചെയ്യാൻ പറ്റും, നമ്മൾ അത് ചെയ്ത്. ഇനി കോമൺ ഡിഫറൻസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൂട്ടി പോകാം. അപ്പൊ 42 പ്ലസ് 18 എത്ര കിട്ടും? 42 പ്ലസ് 18 എത്ര? 60. 60 പ്ലസ് 18 എത്ര? 78. കണ്ട, ഡാഷ് ഫില്ല് ആയത് കണ്ട, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കണക്കാണ് ഈ രണ്ടാമത്തെ കണക്കും ഈ മൂന്നാമത്തെ കണക്കും. ഒന്നാമത്തെ ഞാൻ ചെയ്തു തന്നല്ലോ. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ നിങ്ങൾ തന്നെ ചെയ്യണം. തന്നെ ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഓരോരുത്തരും രേഖപ്പെടുത്തും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമന്റ് ചെയ്യാം. ഞാൻ ആ കമന്റ് റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് എനിക്ക് കമന്റ് ചെയ്യണം. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 24 ഡാഷ് 42 ഡാഷ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ എഴുതാം. ഇത് ഫസ്റ്റ് ടേം, ഈ ഡാഷ് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം അല്ലേ. അപ്പൊ സാധാരണ രീതി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? സെക്കൻഡ് ടൈം ഇല്ല. സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം ചെയ്ത സെക്കൻഡ് ടൈം ഇല്ല. തേർഡ് ടൈം സെക്കൻഡ് ടൈം ചെയ്യാൻ പറ്റില്ല. ഫോർത്ത് ടൈം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ എന്താണ്? ഡിഫറൻസ്. ഇവിടെ ടേം എത്ര ഉണ്ട്? ടേമുകൾ തന്നിരിക്കുന്ന ടേമുകൾ ഏതാ? 42ഉം 24ഉം. അപ്പൊ 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 42ന്റെ പൊസിഷൻ എത്ര? 3 മൈനസ് 24 എത്ര? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24. നിങ്ങൾ പറ 42 മൈനസ് 24 18 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. ഇനി ഈ ഡാഷ് ഒന്ന് ഫില്ല് ചെയ്തേ. 24 ഡാഷ് 42 ഡാഷ്. വലത്തോട്ട് പോകുക അല്ലെ. 24ന്റെ വലതുവശം ഡാഷ്. അപ്പൊ 24 9ഉം 33 33 9 42 43 9 എത്ര? 51. ഡാഷ് ഫില്ല് ആയത് കണ്ട. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു 2 മാർക്ക് മേടിച്ച് നമുക്ക് ഇങ്ങനെ വരാം. അയ്യോ 2 മാർക്ക് വെറും 2 മാർക്കല്ല, 80ൽ ഒരു 2 മാർക്ക് നമുക്ക് കിട്ടും. ബാക്കി 78 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യും. നന്നായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ ഇനി 2 ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് തരട്ടെ എങ്കിൽ ഇതേ ഈ 5ാമത്തെയും 6ാമത്തെയും കൂടെ ഹോംവർക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ തന്നെ എല്ലാം ചെയ്തു തന്നാൽ നിങ്ങൾ പഠിക്കത്തില്ല. അതങ്ങനെയാണ്, അത് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും നമ്മൾ. അങ്ങനെയല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. മാത്സ് എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും മക്കളെ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ നോക്കി മറിച്ച് പോകരുത്. നമ്മൾ നോക്കുമ്പോൾ ഇത് കുറച്ച് അതങ്ങോട്ട് എഴുതിയാൽ ഓക്കെ, പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് ആ പേന എടുത്തു കഴിയുമ്പോഴേ നമുക്കത് എഴുതാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ ഒരു 5 തവണ ഇല്ലേ നമ്മൾ പഠിക്കുന്ന അത്രയും തവണ എഴുതി മതി. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആ പേജിൽ തന്നെ 15ാമത്തെ പേജിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 15ാമത്തെ പേജിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട് ആ ക്വസ്റ്റ്യൻസ് ആണ് ഈ കിടപ്പ്. നേരത്തെ ഡാഷ് ഇട്ട് തന്ന്, ഇതിന് തൊട്ട് മുമ്പുള്ള ഡാഷ് ഇട്ട് തന്ന്, ഇവിടെ ഡാഷ് ഇടുന്നില്ല. അത്രേ ഉള്ളൂ എന്താണ് പ്രത്യേകത. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. തേർഡ് ടേം എത്രയാണ്? 34. 6th ടേം 67. നമുക്ക് എന്ത് ചെയ്യണം? ഇവർ പറഞ്ഞിരിക്കുക റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ്. എത്ര ടേം വേണമെങ്കിലും നമുക്ക് എഴുതാം, എന്തുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇവിടെ സാധാരണ രീതിയിൽ പറ്റില്ല. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ. ഇവിടെ നോക്കിയ ടേം ഡിഫറൻസ് ഇവിടെ എത്രയാ? 67 മൈനസ് 34 ഡിവൈഡ് ബൈ ഈ 67ന്റെ പൊസിഷൻ എത്ര? 6 മൈനസ് 34ന്റെ പൊസിഷൻ എത്ര? 3. 67 മൈനസ് 34 എത്ര? 33 ബൈ 6 മൈനസ് 3 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 11. നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് 11 കിട്ടി. ഇനി പാടൊന്നുമില്ല, നമുക്ക് ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം നമുക്കൊന്ന് എഴുതി നോക്കാം.
അപ്പം ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത് ടേം. ഇവിടെ നോക്കിയേ, തേർഡ് ടേം നമ്മളെ ഉണ്ട് എത്ര 30. അപ്പൊ അത് അങ്ങനെ എഴുതി വെക്കുക. തേർഡ് ടേം എത്രയാണ്? 34. ഇനി ഈ കോമൺ ഡിഫറൻസ് ആയ 11 ഇങ്ങോട്ട് കൂട്ടിയാൽ പോരെ. അപ്പൊ 34 10 44 45. 45 11 എത്ര? 56. ഈ 34 11 പോയാൽ എത്ര? 23. 23 11 പോയാൽ എത്ര? 12. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, നിങ്ങൾ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്യാം. തേർഡ് ടേം 43. തേർഡ് ടേം 43. സിക്സ്ത് ടേം എത്രയാണ്? സിക്സ്ത് ടേം 76. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഇവിടെ ടേമുകൾ ഏതൊക്കെയാ? 76. ഞാൻ ഈ ഇക്വേഷൻ എഴുതുന്നില്ല. ഇനി ഇക്വേഷൻ നിങ്ങൾ അറിയാമെങ്കിൽ പഠിച്ചു പോകും. പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇക്വേഷൻ എഴുതണം കേട്ടോ. അതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ നോക്കുക, 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. therefore d is equal to 76 43 പോലെ എത്ര? അതും 33 ഡിവൈഡഡ് ബൈ 3. അതും എത്ര കിട്ടി? 11 കിട്ടി. നമുക്ക് ആദ്യത്തെ 5 പദങ്ങൾ എഴുതണം അല്ലെ? ഈ കണക്കുകളെല്ലാം കോമൺ ഡിഫറൻസ് 11 വിചാരിക്കില്ല, 2 11 ആയി പോയി. ഓക്കെ, ബാക്കി നിങ്ങൾ ചെയ്തു നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും അവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത് ടൈം. ഏതെങ്കിലും ടൈം തന്നിട്ടുണ്ടോ? തേർഡ് ടൈം തന്നിട്ടുണ്ട്. എത്ര? 43. അപ്പൊ നമുക്ക് ബാക്കി ടൈമുകൾ സിമ്പിൾ ആയിട്ട് എഴുതാം. എത്ര? 11 കൂട്ടാം. 43 11 എത്ര? 54. 54 11 എത്ര? 65. 43 11 കുറച്ച് ഇവിടെ എഴുതണം. 43 11 കുറച്ച് എത്ര? 32. 32 11 കുറച്ച് എത്ര? 21. മനസ്സിലായ? സിമ്പിൾ അല്ലേ? ഇനി ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഹോംവർക്ക് തരാൻ പോവാണെന്ന്. സത്യമാണ്, ഹോംവർക്ക് തരാൻ പോവാണ്. എല്ലാം ഇല്ല. ഈ 3ാമത്തെ ക്വസ്റ്റ്യനും 4ാമത്തെ ക്വസ്റ്റ്യനും ഹോംവർക്ക് ചെയ്യും. ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാവേ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോണം. 5ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം. ഫിഫ്ത് ടേം 7, സെവൻത് ടേം 5. കണ്ട, ഇതിലൊരു പ്രത്യേകതയുണ്ട് അല്ലെ? ഒരു പ്രത്യേക ഫിഫ്ത് ടേം 7, സെവൻത് ടേം 5 അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വന്നിരിക്കുന്നത്. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പൊ ഞാൻ വേറെ 21st ടേം 43, 43th ടേം എന്താണ്? 21 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. അവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് -1 ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഇക്വേഷൻ ഇട്ട് കൊടുത്തോ. ഇക്വേഷൻ ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? -1 കിട്ടും. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? -1. ഇനി പഴയതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമുക്ക് -1 എന്ത് ചെയ്യണം? കൂട്ടും കുറയ്ക്കുകയും. ഇടത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കുകയും വലത്തോട്ട് പോകുമ്പോൾ കൂട്ടുകയും ചെയ്താൽ മാത്രം മതി. അതിനനുസരിച്ച് നമുക്ക് ഇതും കൂടെ ഒന്ന് ചെയ്തേക്കാം. അതിന്റെ ഡാഷ് ഒന്ന് നോക്കിക്കേ. എത്ര ഡാഷാ? 1 2 3 4 5. 5 ഡാഷ് എന്ന് പറഞ്ഞാൽ 5 ടൈം. ഇവിടെ ഫസ്റ്റ് 5 ടൈംസ് ഒന്ന് ചോദിച്ചുകൊണ്ട് 5 ഡാഷ്. ഇവിടെ ഏതെങ്കിലും തന്നിട്ടുണ്ടോ? ഫിഫ്ത് ടൈം തന്നിട്ടുണ്ട്. അപ്പൊ ഫിഫ്ത് ടൈം എത്ര? 7. ഇടത്തോട്ടാണല്ലേ? എല്ലാ ഡാഷും ഇടതുവശത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര? -1. ഈ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ 7ൽ നിന്നും കുറയ്ക്കാൻ പോകുന്നു എന്ത്? -1. അപ്പൊ ഈ രണ്ടും കൂടെ എന്താവും? 7 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 8. ഇനി 8ൽ നിന്നും -1 കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? 8 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പൊ അടുത്ത സ്വാഭാവികമായിട്ട് 10. ഇതെന്തായിരിക്കും? 11. ദിസ് ഈസ് ദ ആൻസർ. അപ്പം അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 15ാമത്തെ പേജിലെ കണക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 15ാമത്തെ പേജിലെ കണക്കുകൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിരിക്കണം. എന്താണ് ഇക്വേഷൻ? എന്താണ്? കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നന്നായിട്ട് മനസ്സിലായെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ്സും വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണ്, ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.